എൻ്റെ പേര് ശ്യാമ ജോമൻ. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് എൻ്റെ വീട്. 2013 എനിക്ക് ക്യാൻസർ അസുഖം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. എൻ്റെ ഇളയ മകളെ, രണ്ടാമത്തെ മകളെ പ്രസവിച്ച് ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് എൻ്റെ മക്കളുടെ മുഖം മനസ്സിൽ വന്നത്. അവർക്ക് ആരുമില്ലാത്ത ഒരവസ്ഥയായി പോകും ഞാനില്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. മൂത്തതിന് 2 വയസ്സും ഇളയതിന് 8 മാസവും പ്രായം ഉണ്ടായുള്ളൂ എൻ്റെ മക്കൾക്ക്. അവരെ ഓർത്തായിരുന്നു പിന്നെ എനിക്ക് അങ്ങോട്ട് തള്ളി നീക്കി. എനിക്ക് പിന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന മൊത്തം. എന്നിട്ട് തൊട്ടടുത്ത ഒരു ചേട്ടൻ താമസിക്കേണ്ടായിരുന്നു, എൻ്റെ അയൽവാസി ജയകുമാർ എന്ന് പറഞ്ഞത്. ആ ചേട്ടൻ്റെ പെങ്ങൾക്ക് തൊണ്ടയിൽ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അതുല്യ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കോഴിക്കോട് അതുല്യ ആയുർവേദിക്കിൽ പോയി ചികിത്സിച്ച് മാറിയെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ വഴിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്, ഈ ആശുപത്രിയിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ കിടത്തിയാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് എടുത്ത് ബെഡുമ്മ കിടത്തി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഡോക്ടറിനെ നോക്കിയിട്ട് പറഞ്ഞു, റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, വലിയ ഉറപ്പങ്ങനെ പറയാൻ പറ്റില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം, പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ച ഡോക്ടറിൻ്റെ മരുന്ന് കാലുമേ ചിപ്പൊക്കെ വെച്ച് ഡോക്ടറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം അസ്വസ്ഥതകളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ശരീരത്തിനൊക്കെ ഒരു ബലവും ഗ്ലാസ്സിലൊക്കെ തന്നെ വെള്ളം എടുത്ത് കുടിക്കുക, ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ അത് തന്നെ കുടിക്കാനൊക്കെ പറ്റി തുടങ്ങുമായിരുന്നു. പിന്നെ തന്നെ ആരുടെ സഹായമില്ലാണ്ട് പിടിക്കാണ്ട് തന്നെ ഞാൻ ബാത്റൂമിലൊക്കെ, അല്ലെങ്കിൽ എന്നെ ബാത്റൂമിൽ എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടി പിടിച്ചെന്നെ ബാത്റൂമിൽ കൊണ്ടുപോകേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുവന്ന് കിടത്തും, അങ്ങനെയായിരുന്നു. ഇവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തന്നെ നടന്ന് എൻ്റേതായ കാര്യങ്ങൾ, ബാത്റൂമിൽ പോലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുകളിലാണ് റൂം കിട്ടിയായിരുന്നത്. അത് എനിക്ക് ചോറൊക്കെ ഇവിടുത്തെ ചേച്ചിമാർ മുകളിൽ കൊണ്ട് തരുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പതുക്കെ താഴത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പതുക്കെ സ്റ്റെപ്പൊക്കെ പിടിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്ന് ഭക്ഷണം 2 ദിവസം നടന്നപ്പോൾ കാലിൻ്റെ മസിലിനൊക്കെ ഭയങ്കര വലിച്ചിലും കാര്യങ്ങളൊക്കെ വേദനയൊക്കെ വന്നു. അപ്പോൾ ഒരു കാല് ശരിക്കും ചവിട്ടാൻ പറ്റാണ്ട് ഒരു കാലുമ്പോൾ തന്നെ ഇങ്ങനെ വലിച്ച് ചവിട്ടി. അപ്പോൾ എൻ്റെ അപ്പച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു കാലിന് സ്വാധീനം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഒരു കാലിന് ഇച്ചിരി ബലമുണ്ട്, പിന്നെ ചേട്ടനെ പിടിച്ച് നടന്നിങ്ങനെ വലിച്ച് ചവിട്ടി വന്നപ്പോൾ എൻ്റെ അപ്പനെ ആകെ സങ്കടമായി, കരഞ്ഞു. ദൈവമേ, ഇനി 2 കുഞ്ഞുമക്കളെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരവസ്ഥയിലായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയും കൂടി കഴിഞ്ഞ് എൻ്റെ അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ കൂളായിട്ട് നടന്ന് കയറി മുകളിൽ പോയി താഴെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. അതുപോലെ തന്നെ വീട്ടിലേക്ക് പോയതും കിടത്തിയൊന്നുമല്ല, ഞാൻ കാറിൽ ഇരുന്ന് പോയത്. എന്നെ കിടത്തിയ കൊണ്ടുവന്നത് ഞാൻ കാറിൽ കയറി ഇരുന്ന് എൻ്റെ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്യും, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അതുവരെ എനിക്കൊന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലുള്ള ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. ആ അവസ്ഥയായിരുന്നു എൻ്റെ.